താരനകറ്റാൻ അനുഷ്ക ശർമ്മയുടെ സീക്രട്ട് റെസിപ്പി 3 ചേരുവയിൽ ഒരു അടിപൊളി ഹെയർ മാസ്ക്. താരനെതിരെ പല പ്രതിവിധികളും ചെയ്ത് പരാജയപ്പെട്ടവർക്ക് അനുഷ്ക ശർമ്മയുടെ സീക്രട്ട് റെസിപ്പി പരീക്ഷിക്കാവുന്നതാണ്. പഴം, പാൽ, തേൻ തുടങ്ങി വീട്ടിൽ എപ്പോഴും ലഭ്യമായ ചേരുവകളാണ് മുടി ആരോഗ്യകരവും മൃദുവായതുമാക്കാൻ അനുഷ്ക ശർമ്മ ഉപയോഗിക്കുന്നത്. ഇവ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അറിയാം. വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട്. ബനാന ഹെയർ മാസ്ക്. 2 പഴുത്ത ഏത്തപ്പഴവും 1/2 കപ്പ് പാലും 1-2 ടീസ്പൂൺ തേനുമാണ് ഇതിനാവശ്യം. ആദ്യം ഏത്തപ്പഴം ഫോർക്ക് വെച്ച് നല്ലവണ്ണം ഉടയ്ക്കുക. ഒട്ടും കഷ്ണങ്ങൾ അവശേഷിക്കാതെ നല്ലവണ്ണം ഉടയ്ക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലോ തൈരോ ചേർക്കണം. വളരെ സ്മൂത്തായ പേസ്റ്റ് പരുവത്തിലാകണം ഈ മിശ്രിതം. പാലിലുള്ള ലാക്റ്റിക് ആസിഡ് തലയോട്ടിയിലെ അസ്വസ്ഥതകൾ അകറ്റുകയും ചൊറിച്ചിൽ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ശേഷം ഈ മിശ്രിതത്തിലേക്ക് 1-2 ടീസ്പൂൺ തേൻ ചേർക്കണം. തേൻ തലയിലെ അഴുക്ക് നീക്കം ചെയ്യാൻ സഹായിക്കും. മാത്രമല്ല തലയോട്ടിയിലെ ഈർപ്പം നിലനിർത്താനും തേൻ നല്ലതാണ്. ഹെയർ മാസ്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ മുടിവേര് മുതൽ മുടിയുടെ അറ്റം വരെ ഈ മാസ്ക് തേക്കണം. 30 മുതൽ 40 മിനിറ്റ് വരെ ഈ മാസ്ക് തലയിൽ വെക്കണം. അതിനുശേഷം ചെറു ചൂടുള്ള വെള്ളം കൊണ്ട് മുടി കഴുകുക. ആഴ്ചയിൽ ഒരിക്കൽ ഈ മാസ്ക് ഇടുന്നത് മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കും. ഏറ്റവും അധികം ആളുകൾ നേരിടുന്ന പ്രശ്നമാണ് താരൻ. തലയോട്ടിയിലെ ചർമ്മം പൊടിയായി അടരുന്നതാണ് താരൻ. രൂക്ഷമായാൽ ഇത് തലയോട്ടിയിൽ വെളുത്ത പൊടി പോലെ കാണുകയും താഴേക്ക് വീഴുകയും ചെയ്യും. അസഹ്യമായ ചൊറിച്ചിലും താരൻ കാരണമുണ്ടാകും. തലയിലെ ചർമ്മം വരണ്ടു പോകുമ്പോഴാണ് സാധാരണയായി താരൻ ഉണ്ടാകുന്നത്. ഫംഗസ്, ശരിയായി ഷാമ്പു ചെയ്യാത്തത് തുടങ്ങി പല കാരണങ്ങൾ കൊണ്ടും താരൻ ഉണ്ടാകാം. ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ. താരനകറ്റാൻ അനുഷ്ക ശർമ്മയുടെ സീക്രട്ട് റെസിപ്പി 3 ചേരുവയിൽ ഒരു അടിപൊളി ഹെയർ മാസ്ക്. താരനെതിരെ പല പ്രതിവിധികളും ചെയ്ത് പരാജയപ്പെട്ടവർക്ക് അനുഷ്ക ശർമ്മയുടെ സീക്രട്ട് റെസിപ്പി പരീക്ഷിക്കാവുന്നതാണ്. പഴം, പാൽ, തേൻ തുടങ്ങി വീട്ടിൽ എപ്പോഴും ലഭ്യമായ ചേരുവകളാണ് മുടി ആരോഗ്യകരവും മൃദുവായതുമാക്കാൻ അനുഷ്ക ശർമ്മ ഉപയോഗിക്കുന്നത്. ഇവ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അറിയാം. വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട്. ബനാന ഹെയർ മാസ്ക്. 2 പഴുത്ത ഏത്തപ്പഴവും 1/2 കപ്പ് പാലും 1-2 ടീസ്പൂൺ തേനുമാണ് ഇതിനാവശ്യം. ആദ്യം ഏത്തപ്പഴം ഫോർക്ക് വെച്ച് നല്ലവണ്ണം ഉടയ്ക്കുക. ഒട്ടും കഷ്ണങ്ങൾ അവശേഷിക്കാതെ നല്ലവണ്ണം ഉടയ്ക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലോ തൈരോ ചേർക്കണം. വളരെ സ്മൂത്തായ പേസ്റ്റ് പരുവത്തിലാകണം ഈ മിശ്രിതം. പാലിലുള്ള ലാക്റ്റിക് ആസിഡ് തലയോട്ടിയിലെ അസ്വസ്ഥതകൾ അകറ്റുകയും ചൊറിച്ചിൽ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ശേഷം ഈ മിശ്രിതത്തിലേക്ക് 1-2 ടീസ്പൂൺ തേൻ ചേർക്കണം. തേൻ തലയിലെ അഴുക്ക് നീക്കം ചെയ്യാൻ സഹായിക്കും. മാത്രമല്ല തലയോട്ടിയിലെ ഈർപ്പം നിലനിർത്താനും തേൻ നല്ലതാണ്. ഹെയർ മാസ്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ മുടിവേര് മുതൽ മുടിയുടെ അറ്റം വരെ ഈ മാസ്ക് തേക്കണം. 30 മുതൽ 40 മിനിറ്റ് വരെ ഈ മാസ്ക് തലയിൽ വെക്കണം. അതിനുശേഷം ചെറു ചൂടുള്ള വെള്ളം കൊണ്ട് മുടി കഴുകുക. ആഴ്ചയിൽ ഒരിക്കൽ ഈ മാസ്ക് ഇടുന്നത് മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കും. ഏറ്റവും അധികം ആളുകൾ നേരിടുന്ന പ്രശ്നമാണ് താരൻ. തലയോട്ടിയിലെ ചർമ്മം പൊടിയായി അടരുന്നതാണ് താരൻ. രൂക്ഷമായാൽ ഇത് തലയോട്ടിയിൽ വെളുത്ത പൊടി പോലെ കാണുകയും താഴേക്ക് വീഴുകയും ചെയ്യും. അസഹ്യമായ ചൊറിച്ചിലും താരൻ കാരണമുണ്ടാകും. തലയിലെ ചർമ്മം വരണ്ടു പോകുമ്പോഴാണ് സാധാരണയായി താരൻ ഉണ്ടാകുന്നത്. ഫംഗസ്, ശരിയായി ഷാമ്പു ചെയ്യാത്തത് തുടങ്ങി പല കാരണങ്ങൾ കൊണ്ടും താരൻ ഉണ്ടാകാം. ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ.